എനിക്ക് രണ്ട് സൈഡിലും ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു ഇനോഗ്രൽ സെറമണിക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം എല്ലാവരും ചേർന്ന് ഞാനൊരു ഹലോ പറയുമ്പോൾ ഒരു ഹായ് പറയാമോ? നമുക്കൊന്ന് നമുക്ക് ഫുൾ എനർജി. ഹലോ ഹലോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല താലിയെക്കുറിച്ച്. കാരണം പടനിലത്ത് ഞാനിങ്ങനെ ഉള്ളിൽ നിൽക്കുമ്പോൾ കളക്ഷൻസൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസും അതുപോലെ തന്നെ ഡ്രസ്സുകളൊക്കെ നമുക്ക് വേണ്ടി താലിയ മാറാൻ താലിയ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ അപ്പോൾ നമ്മുടെ ഹനാൻ ഏതാനും നിമിഷങ്ങൾക്കും നമ്മുടെ ഈ ഒരു വേദിയിൽ ജോയിൻ ചെയ്യും. ഹനാൻ ഓൺ ദ വേ ആണ്. ഈ ഒരു പരിസരത്ത് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സിമിലർ ആയിട്ടുള്ള ഡാൻസ് സിംഗർ ഹനാൻ ഷാ ഈ ഒരു വേദിയിലേക്ക് ജോയിൻ ചെയ്യാണ്. എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ഹനാൻ ഈ ഒരു വേദിയിലേക്ക്. ഹനാൻ ഷാ ഓൺ ദ സ്റ്റേജ്. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൂടെയും അതുപോലെ തന്നെ ഒരുപാട് പാട്ടുകളുടെ ശബ്ദത്തിലൂടെ നമുക്ക് തിരിച്ചറിയാവുന്ന നമ്മുടെ സ്വന്തം കേരളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അറിയാത്തൊരു കേരളത്തിന് മാത്രമല്ല അകത്തും പുറത്തും ഒരുപാട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഹനാൻ താലിയ ബൊട്ടിക്കിൻ്റെ ഈ ഒരു ഇനോഗ്രൽ സെറമണിയിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. ആദ്യം തന്നെ താലിയുടെ ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വേദിയിലേക്ക് ഹനാൻ ജോയിൻ ചെയ്യും. അതുപോലെ നിങ്ങൾ എല്ലാവരുമായിട്ടും സംസാരിക്കും, പാട്ടുകൾ പാടും. ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയ്യടി കൊടുക്കും നമ്മുടെ ഹനാന് പ്ലീസ്. സ്റ്റേജിന്റെ പരിസരത്തിലാണ് ഞാൻ അവരൊക്കെ ഒരുമിച്ച് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹനാന്റെ എക്സ്പീരിയൻസുകളിൽ നിന്നും പ്രതീക്ഷിക്കാം. സോ അവരൊക്കെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നതിന് മുൻപേ ഒരിക്കൽ കൂടി താലിയുടെ ഇനോഗ്രൽ സെറമണിയിലേക്ക് വന്ന എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം ഈ ഒരു ഇവന്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ നിങ്ങളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതിയൊരു ചിറക് നൽകാൻ താലിയ നമ്മുടെ ഹനാൻ സ്റ്റോറൊക്കെ വിസിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഞാൻ നേരത്തെ ചോദ്യത്തിന് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ചെറിയൊരു ഗെയിമിലേക്ക് പോവാം. ആൻസർ അറിയോ ആർക്കെങ്കിലും? ഞാൻ ഒരിക്കൽ കൂടി ചോദ്യം റിപ്പീറ്റ് ചെയ്യാം. വളരെ സിമ്പിളാണ്. ഒരാൾ ടെറസിന് മുകളിൽ കൂടെ നടക്കുകയാണ്. ആളുടെ കയ്യിൽ ഒരു ഫോണുണ്ട്. ഫോൺ ടെറസിന് മുകളിൽ താഴെയുണ്ട്. സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അത് സിമിലർ ആയിട്ടുള്ളൊരു ആൻസറാണ്. എന്തെങ്കിലും ആൻസർ ഉണ്ടോ? എങ്ങനെ? നോക്കിയ ഫോൺ ആയതുകൊണ്ടോ? അല്ലല്ലല്ല, വിവോ ആയതുകൊണ്ടല്ല. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? ഫോണ് സ്മാർട്ട് ആയതുകൊണ്ട് അല്ലല്ല, സിമിലർ ആയിട്ടുള്ളൊരു ആൻസർ ആണ്. നിങ്ങൾ ഏകദേശം എത്തിയിട്ടുണ്ട്. 14 എല്ലാവർക്കും അറിയാം. അതിൽ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയോ? ആൻസർ പറഞ്ഞിട്ടുണ്ട്. പാലക്കാടാണ് അല്ലേ? പാലക്കാടാണെന്ന് തോന്നുന്നു. അതെ, പാലക്കാടാണ് ഏറ്റവും വലിയ ജില്ല. ഏറ്റവും ചെറിയത് ഏതാണ്? അവിടെ തന്നെയുണ്ട്. ഗ്രീൻ ആപ്പിളും അവിടെ തന്നെയുണ്ട്. എലി എങ്ങനെ ചത്തു? ഇതാണ് ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ എയറോപ്ലെയിൻ മോഡിൽ ഒരു ചോദ്യം ചോദിച്ചില്ലേ? വിളിച്ച് പറയാ. ക്വസ്റ്റ്യനോ? ഞാൻ 2 പ്രാവശ്യം പറഞ്ഞോട്ടെ, ശ്രദ്ധിച്ചില്ല. ഭയങ്കര മോശമാണ്. ആണോ? ഒരു വീട്ടിൽ ഭയങ്കര ശരി. അതുപോലെ തന്നെ കോളേജൊക്കെ കഴിഞ്ഞ് ഇന്നൊക്കെ കിടന്നുറങ്ങാനൊക്കെ എടുക്കുന്നൊരു ദിവസമാണ് പൊതുവെ. ഞാനൊക്കെ അങ്ങനെയാട്ടോ ചെയ്യാറ്. അപ്പം ആ ഒരു തിരക്കുകളൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ ഇത്രയും പേര്, അതും എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ്, ഇത്രയും ആൾക്കാർ ഇവിടെ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് താലിയുടെ പേരിലും അതുപോലെ എൻ്റെ പേരിലും ഒക്കെ ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് നിങ്ങൾ എല്ലാവരോടും. വൺസ് അഗെയിൻ എല്ലാവർക്കും താലിയ ബുട്ടിക്കിൻ്റെ ഇനോഗ്രൽ സെറമണിയിലേക്ക് സ്വാഗതം. നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാം റീൽസിലൂടെയും അതുപോലെ തന്നെ ഒരുപാട് ഫിലിം സോങ് സ്റ്റോറിനുള്ളിൽ കയറണം, അവരുടെ കളക്ഷൻസ് ഒക്കെ ചെക്ക് ഔട്ട് ചെയ്യണം. ആൻഡ് ഇഷ്ടമാണെങ്കിൽ പർച്ചേസും. ഒറ്റ ശ്വാസത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണാൻ പറ്റുന്ന ഇവിടെ ഒരാളെ കൈ പൊക്കിയിട്ടുണ്ട്. പേര് പറയോ? എല്ലാവരും ചേർന്ന് ഫാത്തിമ നജ്വയ്ക്ക് നല്ലൊരു കൈയടി കൊടുക്കുമോ? ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ആള് പെട്ടെന്ന് കൈ പൊക്കിയതാ, ഞാൻ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സിമ്പിളാണ് ഗെയിം. ഒറ്റ ശ്വാസത്തിൽ എത്ര വരെ എണ്ണാൻ പറ്റും? നമുക്കൊന്ന് ശ്രമിച്ചാലോ?
1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17. പതുക്കെ ഹനാനെ വേദിയിലേക്ക് ക്ഷണിക്കാം. ഹനാന് വരാനുള്ള ഒരു സ്പേസ് നിങ്ങൾ എല്ലാവരും ഒരുക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താലിയ സ്റ്റോർ വിസിറ്റിന് ശേഷം ഹനാൻ വേദിയിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. പാർട്ടി വെയർ, എത്നിക് വെയർ, ഫോർമൽസ്, കാഷ്വൽസ്, വെസ്റ്റേൺ വെയർ എന്നിവയുടെ ഒരു വിപുലമായ കളക്ഷനാണ് താലിയ നമ്മൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പുള്ള പതിമംഗലത്തുകാരൻ തന്നെയാണ് ഇതിൻ്റെ ഓണർ. അപ്പം നമ്മുടെ നാട്ടുകാരനായ ഒരു വ്യക്തിയുടെ സംരംഭം എന്ന നിലയിൽ അപ്പോൾ സിദ്ദിഖ് സാർ നമുക്ക് താലിയെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ഈ ഒരു വേദിയിൽ വെച്ച് നൽകാൻ പോവുകയാണ്. ഐ വെൽക്കം മിസ്റ്റർ സിദ്ദിഖ് ഓൺ ടു ദി സ്റ്റേജ്. ദീർഘിപ്പിക്കുന്നില്ല. ഈ പിന്തുണയും ഈ പിന്തുണ തുടർന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതരായ എല്ലാവരോടും ഈ പുതിയ അധ്യായത്തിൻ്റെ ഭാഗമാകുന്നതിനുള്ള നന്ദിയും ഹൃദയപൂർവ്വം അറിയിക്കുന്നു. ആ ഒരു മൊമെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഹനാനും അതുപോലെ താലിയ ഇവിടുത്തുകാർക്ക് വേണ്ടി ഒരുക്കിയ താലിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള ജയ്സൽ ഖാനും ഈ ഒരു വേദിയിലേക്ക് ജോയിൻ ചെയ്യുക. അതോടൊപ്പം താലിയുടെ ഫൗണ്ടർ മിസ്റ്റർ ജയ്സൽ ഖാൻ രണ്ടുപേരെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കയ്യടി പോലെ എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടി എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന നമ്മുടെ സ്വന്തം ഹനാൻ ഷാവിനിൽ ജോയിൻ ചെയ്യുകയാണ്. along with our founder മിസ്റ്റർ ജയ്സൽ ഖാൻ, താലിയുടെ ഫൗണ്ടറും അതുപോലെ തന്നെ ഹനാൻ ഷാ joins the stage. ഇനി എല്ലാവരും വേദിയിൽ ഫുൾ എനർജിയിൽ നല്ലൊരു സ്നേഹം തന്നെയാണ് ഹനാന്റെ വിജയം എന്ന് പറയുന്നത്. ഇത്രയും ആളുകൾ ഈ ഒരു സമയത്ത് ഹനാനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. സോ ഒരുപാട് സന്തോഷം. ഹനാൻ മാത്രമല്ല, ഹനാന്റെ സ്റ്റോറി കാണുന്നവർക്ക് ഹനാന്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഹനാന്റെ ബ്രദർ തുടങ്ങാനെങ്കിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഒരു ക്രൗഡിനൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷമുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു സൽക്കാരം കഴിഞ്ഞ് പറഞ്ഞ സമയത്തുണ്ടായ ചർച്ചയെ കൂടാണ് ഈ താലിയ എന്ന് പറയുന്ന സംഭവം ഇവിടെ നമ്മൾ ഓപ്പൺ ആക്കി. ഇന്ന് സത്യം പറയുകയാണെങ്കിൽ 1 വീക്ക് മുമ്പ് നമ്മൾ സോഫ്റ്റ് ലോഞ്ച് ചെയ്തതാണ്. സോഫ്റ്റ് ലോഞ്ചിന് ശേഷം ആൻസാറിൻ്റെ ഷോയോടുകൂടി നമ്മൾ ഫുള്ളി ലൈവ് ആവും. എല്ലാവരും ഷോ നോക്കുക, എല്ലാവരും സജഷൻസ് പറയുക, നമ്മളെ ഷോക്ക് കാര്യങ്ങളൊക്കെ എല്ലാവരും നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ ഹനാനെ ഇതിലേക്ക് വിളിക്കുന്നതിന് മുൻപായിട്ട് ഹനാന് നൽകാൻ ഒരു ചെറിയൊരു ഗിഫ്റ്റ് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള അദ്നാൻ അബൂബക്കർ ഒരു പോർട്രേറ്റ്, അതിനാൻ്റെ ഒരു പോർട്രേറ്റ് ഇവിടെ വരച്ചിട്ടുണ്ട്. ആ ഒരു ഗിഫ്റ്റ്, ആ ഒരു ടോക്കൺ ഓഫ് ലവ് ഈ ഒരു വേദിയിൽ വെച്ച് കൈമാറിക്കൊണ്ടാണ് ഹനാനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. സോ വേദിയിൽ ജോയിൻ ചെയ്യാൻ അദ്നാൻ അബൂബക്കറിനെയും അതുപോലെ തന്നെ ഏറ്റുവാങ്ങാൻ നമ്മുടെ ഹനാനെയും സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് ഐ വെൽക്കം ജയ്സൽ ഖാൻ ഓൾസോ to hand over the token of love. So എല്ലാം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണാനുള്ള ആകാംക്ഷയുണ്ട് ആ ഒരു പോർട്രേറ്റ്. യെസ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പോർട്രേറ്റ് ഓഫ് ഹനാന. ഇത്ര മനോഹരമായ ഒരു പോർട്രേറ്റ് ഇവിടെ ഗിഫ്റ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്.
So I welcome Hanan onto the stage. Hanan തന്നെ വേദിയിലേക്ക് Thank you.